എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അച്ഛനെ കുറച്ച് വീഡിയോയിൽ കൂടെയെങ്കിലും നിങ്ങൾ കണ്ട് പരിചയമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാർച്ച് 11-ന് അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അച്ഛൻ കിടപ്പിലായിരുന്നു. ഒരു 6 വർഷമായിട്ട് അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ കിടപ്പിലായിരുന്നു. അച്ഛനെക്കുറിച്ച് പറയാണ്ട് ഈ ഒരു ചാനലിൽ കൂടി മുന്നോട്ട് പോകാനാകുന്നതല്ല. അച്ഛനോട് ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ ചാനൽ ഒക്കെ. അതിനപ്പുറത്ത് എനിക്ക് അച്ഛനെക്കുറിച്ച് കൃത്യമായിട്ട് പറയണമെന്നും ഉണ്ട്. അച്ഛനെ അടുത്തിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ പോയി. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ. അതൊക്കെ അച്ഛനെ അടുത്തിരുത്തിക്കൊണ്ട് പറയണമെന്ന് ഒരുപാട് തവണ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല. അത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 2025 മാർച്ച് 11 അന്ന് ഒരു സാധാരണ പോലെ ഒരു ദിവസം തന്നെയായിരുന്നു. അന്ന് ഈ ദിവസം എനിക്ക് പ്രത്യേകിച്ച് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് മാറി അന്ന്. അന്നത്തെ ദിവസം തലേന്ന് ഞാൻ ഒരുപാട് വൈകിയിരുന്നു ഉറങ്ങാൻ വേണ്ടി. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കുറേ കാലം മുന്നേ ഗ്രാഫിക് ഡിസൈനിങ് ജോലിയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിന് വേദനയൊക്കെ ആയതുകൊണ്ട് ഞാനത് കുറച്ച് മാറ്റി വെച്ച് അങ്ങനെയാണ് റബ്ബർ ടാപ്പിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ടാപ്പിങ് നമുക്ക് സ്വന്തമായിട്ട് ഒരു 50 റബ്ബറുണ്ട്. അത് ചെയ്യുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു കുറച്ച് സഹായിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അതിനകത്തേക്ക് തന്നെ ഇറങ്ങിയത് കുറേശ്ശായിട്ട്. ഈ അടുത്ത കാലത്ത് മാർച്ച് 11-ന് തലേ ദിവസം, അതായത് 10-ാം തീയതി ഞാനന്ന് ഉറങ്ങാൻ ഒരുപാട് വൈകിയത്. എനിക്കൊന്ന് അന്ന് ഞാനൊരു 1:30-2 മണിക്ക് ഞാൻ അന്ന് രാത്രി ഉറങ്ങുന്നത്. കുറേ വൈകി. പക്ഷെ അന്ന് എണീച്ചത് ഒരുപാട് ലേറ്റായി. 11-ാം തീയതി രാവിലെ ഞാൻ അന്ന് എണീക്കുന്നത് 6 മണിക്ക് ഞാൻ എണീക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പറമ്പിൽ, മറ്റൊരാളുടെ പറമ്പിൽ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നത് ഒരു 5:15-നൊക്കെ പോയി ചെയ്യാറുണ്ട്. അന്ന് ഒരുപാട് ലേറ്റായി. 6:30-ക്ക് ഞാൻ 6 മണിക്ക് എണീച്ച് ഒരു 6:15, 6:30-ക്ക് ഇവിടുന്ന് തിരക്ക് വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ റൂമിൽ ഇരിക്കുന്നുണ്ട്. അച്ഛൻ കട്ടിൽ ഇതുപോലെ ഞാൻ ഇരിക്കുന്നവർ ഇങ്ങനെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. എന്നെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോകുമ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് എപ്പോഴും തിരക്കാണെങ്കിൽ അച്ഛനെ നോക്കാനോ ജസ്റ്റ് ഒന്ന് വിളിക്കാനോ മാത്രം പറ്റലുണ്ട്. നല്ല തിരക്കുള്ള ദിവസം ഞാൻ പുറത്ത് പോയി. അപ്പോൾ അച്ഛൻ എന്നെ എന്തോ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം പുറത്ത് പോയി പിന്നെ കൊണ്ടുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് എന്തോ ഒരു കാര്യം മറന്നായിട്ട് ഓർമ്മ. തിരിച്ച് വീണ്ടും ഓടി അകത്തേക്ക് കയറി സാധനം എടുത്ത് തിരിച്ച് പോകുമ്പോൾ അച്ഛൻ എന്തോ ഒന്ന് പറയാൻ നിൽക്കുന്ന പോലെ, അച്ഛൻ സംസാരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അച്ഛൻ എന്നെ തന്നെ നോക്കുന്നു. അപ്പം ഞാൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ടേബിൾ ഫാൻ ഉണ്ട്. ഈ ടേബിൾ ഫാനിൻ്റെ വയറ് താഴെ വീണ് കിടക്കുന്നുണ്ട്. അതെടുത്ത് കുത്താനായിരിക്കും എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കുത്തി കൊടുത്തു. പക്ഷേ എന്നാലും എനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ഇതുണ്ട്, വെപ്രാളം. ഞാൻ ആ പ്ലഗിൽ അവിടെ കുത്തി കൊടുത്തു. അപ്പോൾ ഫാന് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ വീണ്ടും എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇനിയും വേണം, ഇനി എന്തോ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആ ഫാന് ആ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അല്ലാതെ കറങ്ങുന്നത്, അത് ഓഫ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അച്ഛൻ. ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് ചെറുതായി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി. അപ്പം അന്ന് കുറച്ച് വൈകി, ഒരു 9:20 ആയി. ഞാൻ ആ പണി പെട്ടെന്ന് തീർത്തു. 9:20-ന് സൂര്യ മോനെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ ഇവനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. അന്നത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ പാല് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അന്നത്തെ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വണ്ടി വെച്ച് എത്തുമ്പോൾ അച്ഛൻ കിടക്കുമായിരുന്നു. വണ്ടീൻ്റെ ഒച്ച കേട്ടതുകൊണ്ടായിരിക്കും അച്ഛൻ എണീച്ചിരുന്നു. ഈ പാല് സൂര്യ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ കട്ടിൽ എണീച്ചിരുന്ന് എന്നിങ്ങനെ നോക്കി. ചിരിക്കുന്നൊന്നുമില്ല, അച്ഛൻ്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അകത്ത് കൊണ്ടുവച്ച് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് വാതിലിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ എന്നെ നോക്കി സന്തോഷമായിട്ട് നോക്കി. അപ്പം ഞാൻ എന്താ ചന്ദ്രൻ കളപ്പുരക്കലേന്ന് വിളിച്ച അച്ഛനെ. അപ്പോൾ അച്ഛൻ നല്ല ചിരിച്ചുകൊണ്ട് എന്നോട് തലയാട്ടി, അച്ഛൻ്റെ പേര് വിളിച്ചതുകൊണ്ട്. അത് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിളിച്ച് തമാശയായിട്ട് വർത്തമാനം പറയാറുണ്ട്. അപ്പോൾ എന്താ ചന്ദ്രൻ കളപ്പുരക്കൽ ചിരിച്ചുകൊണ്ട് ചിരിച്ച് അച്ഛനെ തലയാട്ടി. അപ്പോൾ ഇവള് ചായ വെക്കുമ്പോൾ ഞാൻ അച്ഛനോട് അച്ഛന് ചായ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ അച്ഛൻ രാവിലെ ചായ കുടിച്ചതാണ്, എന്നാലും അച്ഛൻ ആന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ചായിട്ട് അച്ഛന് മധുരം ഇട്ട് കൊടുക്കാറില്ല. അച്ഛന് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഇപ്പോഴും. അപ്പോൾ എന്തായാലും നമ്മളിരുന്ന് മധുരം ഇട്ട് തരുമെന്ന് അച്ഛൻ അറിയാം, അതുകൊണ്ടായിരിക്കും. എനിക്കും കൊണ്ട് തന്ന്. ഞാൻ സെൻട്രലിലാണ് ഇരിക്കുന്നത്. ഇവിടെ അച്ഛനും കൊണ്ട് കൊടുത്തു. എന്നിട്ട് സൂചിയും കുടിച്ചു. ആ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്തത്, അന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞല്ലോ. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ എഴുത്തുകൾ, ഇത് മുഴുവനും ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് കുറേ കാലം ബാംഗ്ലൂർ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എഴുതിയ സംഗതികളാണ്, കാലിഗ്രാഫി. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് കുറച്ച് ടൈപ്പോഗ്രാഫീൻ്റെ കുറച്ച് വീഡിയോ, ഞാൻ എഴുതുന്ന കുറച്ച് വർക്കുകളെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അന്ന് 11-ാം തീയതി സുജയും കൂടി ഇതൊക്കെ ഒട്ടിച്ചത്. അമ്മ അതിനിടയ്ക്ക് വന്നു. അച്ഛന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അന്ന് മോനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ 3 മണിക്ക് 3:05 3:10-നാണ് സ്കൂൾ ബസ് ഇവിടെ വരിക. അപ്പോൾ അവിടെ കൂട്ടാൻ വേണ്ടി അവനെ കൂട്ടാൻ വേണ്ടി ഒരു 3:15-ന് 3 മണിക്ക് ഞങ്ങൾ പോയി. ഉച്ചയ്ക്ക് അച്ഛന് ഭക്ഷണം കൊടുത്തായിരുന്നു. അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവന് 3:15 ഇവനെ കൂട്ടാൻ പോയപ്പോൾ ഞാൻ അവിടെ കടയിൽ പോയിട്ട് 2 കടലമിഠായി വാങ്ങി. അപ്പോൾ അത് എൻ്റെ മോനും ഇവളും കഴിക്കാറില്ല. അത് പിന്നെ 2 വാങ്ങിയത് അച്ഛന് കൊടുക്കാമെന്ന് കരുതിയിട്ട് 2 വാങ്ങിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നങ്ങനെ 2 വാങ്ങി. അത് ഒന്ന് അച്ഛന് കൊണ്ട് കൊടുത്തു. അതിന് ഭയങ്കര സന്തോഷമായി. അച്ഛനത് വാങ്ങി. പിന്നെ ഞാൻ
റൂമിന് വീടിന് 2ാം നിലയുണ്ട്. ഞാൻ 2ാം നിലയിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ സാധാരണ പോലെ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ കുറച്ചപ്പുറത്ത് ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു അസുഖം വന്നിട്ട്. അപ്പോൾ അമ്മ ആ ഒരു 3 മണി 3:30 സമയത്ത് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ട്, അച്ഛനോട് ആ മരണപ്പെട്ട ആളെ അച്ഛന് മനസ്സിലായി, അങ്ങനെ അമ്മ പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് മറ്റു വർക്ക് ഉണ്ടായിരുന്നു. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡിസൈനിങ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് വർക്ക് കുറച്ച് തിരക്കായുണ്ട്. ഒരാളെന്നെ കോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടക്ക് മറ്റൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി, ശാരദ ചേച്ചി, ഒരു പാസ്റ്ററേയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അച്ഛനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവരെങ്ങനെയാണ് അവരുടെ വന്നേറിയില്ല. അപ്പോൾ അമ്മയോട് ആദ്യമേ പറഞ്ഞായിരുന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് സുഭജ എന്നോട് പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട്, ദൂരെ നിന്ന് വരുന്നത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുഭജ നീ ചെല്ലി, എനിക്ക് വർക്ക് അർജൻറ്റ് കൊടുക്കേണ്ടതുകൊണ്ട്. അവർ പുറത്ത് ആൾ വന്നതെന്നുള്ള ഇതിൽ അച്ഛൻ വേഗം എണീച്ചിരുന്നു. അന്നേരം സുഭജയും താഴെ അച്ഛൻ്റെ അടുത്തെത്തി, ഇവർ വന്നുകൊണ്ട് അടുത്തെത്തി. അങ്ങനെ പാസ്റ്റർ സുഭജയോട് സംസാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ സുഭജ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എത്തി നോക്കി എന്നാണ് സുഭജ പറയുന്നത്. ഞാൻ മുകളിലുള്ളത്. അച്ഛൻ എത്തി നോക്കി. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാനായി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അച്ഛൻ ഛർദിയോടുകൂടി അച്ഛൻ കിടക്കയിലേക്ക് തന്നെ ചെരിഞ്ഞ് വീണു. അപ്പോൾ സുഭജ കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ്റെ കട്ടിൽ മുഴുവനും ഛർദിയാണ്, നിലത്തും വീണിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ മുഖമൊക്കെ ആകെ ഒരു അമ്പരന്ന ഒരു ഇതുണ്ട്. അപ്പം ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്തോളാം എന്നുകൊണ്ട് അച്ഛനെ ഞാൻ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛന് തീരെ എണീക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇടത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ കൈ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ പൂർണ്ണമായിട്ടും അച്ഛന് ആ ഒരു ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പിടിച്ച് നേരെ എത്താൻ ഒരു കാരണവശാലും എനിക്കാവുന്നില്ല. അച്ഛൻ്റെ ഈ വലത്തെ കൈയാണ് അച്ഛന് സുഖം തളർന്നു പോയത്. അപ്പോൾ ഈ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെയാണ് അച്ഛൻ നേരെ എത്താൻ ശ്രമിക്കുന്നത്. അച്ഛൻ ഇരിക്കാനാവുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമ്മൾ അത് നോക്കുമ്പോൾ ഈ പാസ്റ്റർ തൊട്ടപ്പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു, അദ്ദേഹം അങ്ങ് പോയി. അപ്പോൾ അച്ഛന് ഛർദി നന്നായിട്ട് വരുന്നുണ്ട്. വയറ്റിൽ നിന്ന് ഇങ്ങനെ വല്ലാണ്ട് ഒരു നൊരഞ്ഞ് പതിഞ്ഞ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അച്ഛന് വായ തുറന്ന് ഛർദ്ദിക്കാൻ പറ്റുന്നില്ല. പല്ല് കടിച്ച് പിടിച്ച പോലെയുള്ളത്, പല്ല് കടിച്ച് ഞെരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിങ്ങനെ ഒരു മുകളിലോട്ട് ഇങ്ങനെ മലന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ക്ഷീണം മാറുമല്ലോ, ഛർദ്ദിക്കാൻ വേറെ ഒന്നുമില്ല, ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കാമെന്ന് കരുതി ഞാൻ സൂചയോട് പറഞ്ഞു, സൂച നീ വേഗം വെള്ളമൊക്കെ എടുക്കുക, അച്ഛനെ കുളിപ്പിക്കുക. കാരണം അപ്പോഴച്ഛനും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ഛർദി എന്നൊരു മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവള് വെള്ളമൊക്കെ, ചൂടുവെള്ളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവള് മുറ്റത്ത് കൊണ്ടുവച്ചു, ഒരു കസേര കൊണ്ടുവച്ചു. ഈ ഛർദി തുടങ്ങുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ താടിയൊക്കെ കുറച്ച് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവളോട് പറഞ്ഞ് ട്രിമ്മറൊക്കെ കുത്തിവെച്ചു. ഞാൻ കരുതി അച്ഛനെ പുറത്തുകൊണ്ട് ഇരുത്തിയിട്ട് താടിയൊക്കെ ഒന്ന് ക്ലീനാക്കി കുളിപ്പിക്കാം, തലയൊക്കെ വെള്ളം വെച്ച് കുളിക്കുമ്പോൾ ശരിയാവും എന്ന് കരുതി. പക്ഷെ അച്ഛനൊരു അതിന് എണീക്കാൻ കഴിയുന്നില്ല. ഈ ഇടത്തെ കൈ തന്നെ നേരെ കുത്തുന്നില്ല, മുട്ട് കൈ വെച്ചിട്ടാണ് കുത്തുന്നത്. അത്ര പോലും അച്ഛന് ഇരിക്കാൻ പറ്റണ്ടായി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എണീക്ക്, നമുക്കൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ അച്ഛൻ അതിന് ഒന്നും പ്രതികരിക്കുന്നില്ല. എന്നാൽ അച്ഛൻ ചെരിഞ്ഞ് കിടക്കുമ്പോൾ കാലെടുത്ത് മേലോട്ടൊക്കെ ഒറ്റക്ക് തന്നെ എടുത്ത് മേലെ വെക്കുന്നുണ്ട്, സൈഡിലേക്ക് മാറ്റുന്നത്. അപ്പം ബോധമുണ്ട്, അല്ലെങ്കിൽ ബോധം മറഞ്ഞിട്ടുമല്ല. പിന്നെ അച്ഛൻ കുറേ അവിടെ കിടന്നു. ഞാൻ കുറേ എണീപ്പിച്ച് പുറം തടവാൻ ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മോൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അവനവിടെ ഇതൊക്കെ ഞാൻ അച്ഛനെ ചെയ്യുന്നതൊക്കെ അവനവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവനെന്തൊക്കെയോ അച്ഛത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നി അച്ഛനെ എന്തായാലും അവിടുന്ന് ഒറ്റ എണീപ്പിക്കാനാവില്ല. അമ്മയും വീട്ടിലില്ല, സുഭജയ്ക്ക് പിടിക്കാൻ, സുഭജയ്ക്കുള്ള ആരോഗ്യം ഉണ്ടാവില്ല അച്ഛൻ പിടിക്കാനുള്ള. പിന്നെ ഇവളോട് ഞാൻ പറഞ്ഞു, ബക്കറ്റും വെള്ളമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവളും കസാരിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. പക്ഷേ അച്ഛന് ഒരു തരത്തിൽ അവിടെ നിന്ന് എണീപ്പിക്കാനാകുന്നില്ല. അച്ഛൻ പൂർണ്ണമായിട്ടും കിടക്കാനുള്ള ടെൻഡൻസി തന്നെ കാണിച്ചുകൊണ്ട് പോകും. അച്ഛന് ഛർദ്ദിക്കാനും വരുന്നുമുണ്ട്, പക്ഷെ അച്ഛന് കിടക്കുക തന്നെ വേണം. എന്നിട്ടും കിടന്നിടന്ന് വീണ്ടും ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഛർദ്ദി വരുന്നുണ്ട്. അപ്പം ഞാൻ പിടിച്ചെണീപ്പിച്ച് ഇങ്ങനെ ബക്കറ്റിൽ കുറേ കപ്പിലേക്കൊക്കെ ആക്കി കുറേശ്ശെ മാത്രം ഇങ്ങനെ എന്തൊക്കെ വിറ്റ് വരുന്നു. പക്ഷെ ഛർദ്ദി നന്നായിട്ട് വരുന്നു, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല, വായി കടിച്ച് പിടിച്ച പോലെയുള്ള. എന്തായാലും അച്ഛനെ ഇത് ക്ലീൻ ആക്കണമല്ലോ മൊത്തം. എന്നിട്ട് അങ്ങനെ അച്ഛൻ ടീഷർട്ട് മുണ്ട കൊടുത്തു. അച്ഛൻ്റെ ടീഷർട്ട് അഴിച്ചു കളഞ്ഞു. എന്നിട്ട് ഇവരോട് വെള്ളം കൊണ്ടുവന്നിട്ട്, ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട്, ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് അച്ഛൻ്റെ മുഖമൊക്കെ തുടച്ച്, ഈ താടിയൊക്കെ ഞാനിങ്ങനെ നല്ല വൃത്തിയാക്കി കൊടുത്തു. താടീൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി മേലൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച്. അപ്പോൾ ഈ തുടച്ചപ്പോൾ അച്ഛനപ്പോൾ താടിയൊക്കെ അച്ഛൻ തൊട്ട് നോക്കി. അപ്പോൾ എല്ലാം ക്ലീൻ ആയി എന്ന് അച്ഛൻ മനസ്സിലായി. അപ്പം ആ ഒരു ഒക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ താടിയൊക്കെ തൊട്ട്. പിന്നെ അച്ഛൻ അപ്പോൾ അന്നേരം ഈ ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഛർദി ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് പണിപ്പെട്ട്. കാരണം അച്ഛൻ ആ ഒരു ഇതിൽ അച്ഛന് നേരെ കിടക്കുന്നുമില്ല, അച്ഛൻ തീരെ പറയുന്നത് അച്ഛൻ മനസ്സിലാകുന്നുമില്ല. ഈ ബെഡ്ഷീറ്റൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഞാൻ തുടച്ച്, ബെഡ്ഷീറ്റ് വലിച്ച് മാറ്റി നിലത്തുള്ളതെന്ന് തുടച്ചു. ഒരു വേറെ ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം അച്ഛനെ, അന്ന് ടീഷർട്ട് പിന്നെ ഇട്ടില്ല, ഒരു മുണ്ട് മാത്രമേ എടുത്തുള്ളൂ. അച്ഛൻ എങ്ങനെയൊക്കെയോ വലിച്ച് കട്ടിന് നടുക്കടത്തി. എന്നിട്ട് ഈ ഛർദിയൊക്കെ എടുത്ത് കൊണ്ട് അല്ല ഇതൊക്കെ തുടച്ച് ക്ലീനാക്കി റൂം നിലമൊക്കെ തുടച്ചു. നോക്കുമ്പോൾ അച്ഛന് സുഖം കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ ഒരു ആശ്വാസമായ പോലെ അച്ഛൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഛർദിച്ചൊക്കെ ആയപ്പോൾ ഒരു ക്ഷീണം കുറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ
കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഫുഡ് കൊടുക്കുക എന്ന് ഞാൻ കരുതി. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു 2 തവണ അച്ഛൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അച്ഛൻ നല്ല ഉറക്കാം. കിടത്തിപാടും അച്ഛൻ ഈ ഇടത്തേക്ക് അച്ഛൻ ഇങ്ങനെ ഇടർത്തി വെച്ചിട്ടാണ് കിടന്നത്. സാധാരണ അച്ഛൻ ഞാൻ ചെരിച്ചാണ് കിടത്തി കൊടുത്തത്. കാരണം അച്ഛൻ വലതുഭാഗം ചെരിഞ്ഞാണ് അച്ഛൻ കിടക്കാറ്. അപ്പോൾ അച്ഛനെ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ വലിച്ച് കിടത്തിയപ്പോൾ അച്ഛനെ വലതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി കൊടുത്തു. ചെറിയ കുട്ടികളെ കിടത്തുന്ന പോലെ ചെരിച്ച് കിടത്തി കൊടുത്തെങ്കിലും അച്ഛൻ അന്നേരം ഇടത്തെ കൈ ഇങ്ങനെ പുറത്തേക്ക് വിടർത്തി അങ്ങ് ഇട്ടു. അത് എന്തിനാ അങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. പിന്നെ 2 തവണ പോയി നോക്കുമ്പോൾ ഒരു തവണ അച്ഛൻ തലക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് അത് നല്ല ഉറക്കം കൂർക്കം വലിക്കുന്ന ഉറക്കം. വായി കുറച്ച് തുറന്നിട്ടാണ് ഉറങ്ങുന്നത്. കൂർക്കം വലിച്ച് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട്. പിന്നെ കുറേ അങ്ങനെ 2 തവണ പോയപ്പോൾ അങ്ങനെ ഉറക്കമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വിളിക്കാൻ നിന്നില്ല. ഏറെ കഴിഞ്ഞാണ് ഞാൻ താഴേക്ക് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനെ കുറേ സമയം വിളിക്കുന്നു, അച്ഛന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. പക്ഷേ അച്ഛൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇപ്പോൾ കണ്ടൊരു കാഴ്ച, അച്ഛൻ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഈ ഛർദി ചെറുതായിട്ട് ഇങ്ങനെ ഉറ്റിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഈ സുഖമില്ലാണ്ടായതിന് ശേഷം അച്ഛനിങ്ങനെ സുഖമില്ലാണ്ടായതിന് ശേഷം അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കുമ്പം ഞാൻ പലപ്പോഴും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞ് വരുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചാൽ, അതായത് അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പം എൻ്റെ മനസ്സിൽ ആ നിമിഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നിയത്. അതായത് അച്ഛൻ സൈഡ് ചെരിഞ്ഞ് വലത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി കിടക്കുന്ന പോലെ അച്ഛൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി എനിക്ക് തോന്നി. സത്യമായിട്ട് അന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരു 3-4 സെക്കൻഡ് അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നിങ്ങനെ എന്തുകൊണ്ടും അത് ഞാൻ ചെയ്തില്ല. അവിടെ പറയാൻ ഒറ്റൊരു വാക്കെനിക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ, നമ്മളെ മനസ്സിൽ തോന്നുന്ന എല്ലാ തോന്നലുകളല്ല, ചിലത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം ചിലപ്പോൾ അങ്ങനെ അച്ഛനടുത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അച്ഛൻ അങ്ങനെ കിടക്കുമ്പോൾ എന്നെ അച്ഛൻ അപ്പം ഇങ്ങനെ പിടിക്കും. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ കിടന്ന സമയത്താണ് അച്ഛനെ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അമ്മയും വേഗം വന്നിട്ട് പറഞ്ഞ, അമ്മ പറഞ്ഞു ഞാൻ നേരത്തെ വിളിക്കുന്നുണ്ട്, അച്ഛൻ എണീക്കുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു, അച്ഛാ ഭാഗം എണീക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പം അപ്പോഴും അച്ഛൻ്റെ കൃത്യമായിട്ടല്ല, അച്ഛൻ്റെ കണ്ണ് ഇങ്ങനെയാണ് ആവുന്നത്, ഒരു ബോധം മറയുന്ന പോലെ. പിന്നെ ഞാൻ അച്ഛനിങ്ങനെ പിടിച്ച് എണീപ്പിച്ചിരുത്തിയപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് എന്തോ ഇങ്ങനെ ആക്കി. അപ്പോൾ അമ്മ ചോദിച്ചു ഭക്ഷണം വേണോ ചോദിച്ചു. ഇങ്ങനെ തലയാട്ടി വേണ്ടാന്ന്. പിന്നെ അമ്മ ചോദിച്ചു വെള്ളം വേണോ ചോദിച്ചു. അച്ഛൻ അന്നേരം തലയാട്ടി. അപ്പോൾ അമ്മ വേഗം കഞ്ഞിവെള്ളം എടുക്കാൻ പോയി. അപ്പോൾ അച്ഛൻ ഞാൻ എണീപ്പിച്ചിരുത്തി. അപ്പോൾ അമ്മ കഞ്ഞിവെള്ളം ഇതിനകത്ത് കൊണ്ടുവന്ന് സ്പൂണിൽ കൊടുത്തു. അപ്പോൾ അച്ഛൻ വായ തുറന്ന് സ്പൂൺ കൊണ്ട് ഇറക്കാൻ നോക്കുമ്പോൾ അപ്പോൾ അച്ഛൻ വീണ്ടും ഛർദി വരുന്നു. അതായത് ഈ വയറൊക്കെ ഇളക്കി മറിഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ കരുതിയതെന്ന് വെച്ചാൽ, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അച്ഛനങ്ങ് ചിലപ്പോൾ ഇത് തൊണ്ടൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് ഇറങ്ങുമ്പോൾ ഇത് മുഴുവൻ ഇറങ്ങി അങ്ങ് പോയാൽ ക്ലിയർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛനെ പിടിച്ചിരുത്തിയ സമയത്തും അച്ഛൻ ചെരിഞ്ഞ് കിടക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു അച്ഛൻ കിടന്നുകൊണ്ട് ഛർദ്ദിക്കാൻ തന്നെ നോക്കും. അപ്പോൾ വേഗം കപ്പെടുത്തുകൊണ്ട് വന്ന് പുറത്തടക്കി കൊടുത്ത്. പക്ഷെ ഛർദ്ദി വരുന്നില്ല. IRPCൻ്റെ തന്ന ഈ ബെഡ് പൊന്തിക്കുന്ന സംഭവമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നൊരു സാധനം. ഫിറ്റല്ല, അതിൻ്റെ കട്ടിലിൻ്റെ ബെഡിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുക ചെയ്യുക. അങ്ങനെ ഞാൻ കട്ടിൽ കിടക്ക പൊന്തിച്ച് പിടിച്ച് അമ്മ അത് അതിൻ്റെ അടിയിൽ വെച്ച് എന്നിട്ട് അച്ഛൻ ചെരിച്ച് കിടത്തി. ഏകദേശം ഒരു ചെറിയ ചെരിച്ച് കിടത്തി. അങ്ങനെ കിടത്തി ഞാൻ അച്ഛൻ്റെ തലേൻ്റെ ഭാഗത്തുനിന്നു, സുബജ അച്ഛൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള, അമ്മ അച്ഛൻ്റെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, നീ കുറച്ച് നാരങ്ങ കലക്കൊണ്ടാകും. കാരണം ചിലപ്പോൾ ഈ വയറിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ നാരങ്ങ, അപ്പോഴും വയറിന് എന്തോ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെ നമ്മളൊക്കെ എന്തായാലും കരുതുന്നത്, ദഹനക്കേടിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും. അപ്പോൾ ഇവള് ഒരു 2 നാരങ്ങ പിഴിഞ്ഞത് ഉപ്പ് ഇട്ട് ഇവള് കൊണ്ടുവന്നു. അപ്പോൾ അമ്മ കഞ്ഞിവെള്ളം അച്ഛന് കൊടുത്ത്. അപ്പോൾ അച്ഛനത് ഇങ്ങനെ അച്ഛൻ്റെ തലേൻ്റെ പുറകിലാണ് ഞാനുള്ളത്. അപ്പോൾ അച്ഛനത് ഇറക്കാൻ കഴിയാത്ത പോലെയുണ്ട്. എന്നിട്ട് ഇവളോട് നാരങ്ങ കൊണ്ടുവന്ന്, സൂചനയല്ലേ കൊടുത്തത്, സുബജ നാരങ്ങ നീര് 2 പ്രാവശ്യം കൊടുത്തു, സ്പൂൺ കൊണ്ട് കൊടുത്തു. അച്ഛന് ആ സെക്കൻഡ് പെട്ടെന്ന് അച്ഛൻ്റെ സ്ഥിതിയൊക്കെ വഷളായി. പെട്ടെന്ന് നോക്കുമ്പോൾ അച്ഛൻ ഈ ഇടത്തെ കൈ അച്ഛൻ തലയിൽ ഇങ്ങനെ കൈ വെച്ചു. അപ്പോൾ
എന്തോ അച്ഛനെ എന്തോ ഒന്ന് സംഭവിച്ചു, അച്ഛൻ തലയിൽ കൈവച്ചു. അപ്പോൾ ശരീരം ആ ഒരു ഇങ്ങനെ കിടന്നിട്ടുള്ളത്. നോക്കുമ്പോൾ അച്ഛൻ ഈ കാലൊക്കെ ഒന്ന് പെട്ടെന്നൊരു പിടക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി പോലെ പിടച്ചിട്ടൊന്നുമില്ല, കൈയൊക്കെ നോർമലി വെക്കുക ചെയ്ത്. കാലൊക്കെ അച്ഛൻ ഒന്ന് മേലോട്ട് മടക്കി, ഒരു ശരീരം ഒരു പെട്ടെന്ന് എന്തോ ഒരു അവസ്ഥയിലേക്ക് മാറുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി അച്ഛൻ്റെ ഇപ്പുറ സൈഡിൽ വന്ന് സുഭജ് അച്ഛൻ്റെ കാല് കടയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് അപ്പം അച്ഛൻ ആ കിടന്ന അവസ്ഥയിൽ പെട്ടെന്ന് അച്ഛൻ്റെ ശ്വാസം നിലച്ച പോലെ ഒരു തോന്നൽ വന്നു. കാരണം അച്ഛൻ്റെ വയറൊന്നും പിന്നെ അനങ്ങുന്നില്ല, പെട്ടെന്ന് സ്തംഭിച്ചു, വയറൊക്കെ സ്റ്റക്കായി. അപ്പം അമ്മ സുഭജോട് പറഞ്ഞു, അച്ഛന് അവസ്മാരം വരുന്നുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഇവൾ ഓടിപ്പോയി, ഇവളെന്തോ ഇരുമ്പും കഷ്ണം എന്തൊക്കെയോ എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ പക്ഷെ യഥാർത്ഥത്തിൽ അന്നേരം അച്ഛൻ്റെ വായിലേക്ക് കൂടി ചെറിയൊരു പതയൊക്കെ വന്ന്. പക്ഷെ ശരിക്കും ആ സമയത്ത് അച്ഛൻ്റെ മരണം സംഭവിച്ചു എന്ന്, അല്ലെങ്കിൽ അവസ്മാരമല്ല, അതല്ലാണ്ട് വേറെ എന്തോ ആണെന്ന് എനിക്ക് അന്നേരം തോന്നി. പക്ഷെ അന്നേരം ആകെ വെപ്രാളം, എന്താ ചെയ്യേണ്ടത് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ സുഭയോട് മാമനെ വിളിക്കാറുണ്ട്. നമ്മളെ മാമൻ വീടിൻ്റെ 2-3 വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മാമനുള്ളത്. അപ്പോൾ ഈ വെപ്രാളത്തിൽ നോക്കുമ്പോൾ അച്ഛൻ്റെ ആ സ്പോട്ടിൽ ഉള്ള സംഗതി ഇങ്ങനെയാണ്. അച്ഛൻ്റെ കാലൊക്കെ അങ്ങ് പെട്ടെന്ന് ലൂസായി, അച്ഛൻ കൈയൊക്കെ അങ്ങ് അയച്ചു, അച്ഛൻ കണ്ണ് പൂർണ്ണമായിട്ടും അത്രയും നേരം കണ്ണൊക്കെ അനങ്ങിക്കൊണ്ടിരുന്ന് കണ്ണുവിന് അനങ്ങുന്നില്ല, സ്റ്റക്കായി. ഈ വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാൻ അറിയില്ല. എന്നാലും ഞാൻ അച്ഛൻ്റെ മൂക്ക് പൊത്തിപ്പിടിച്ചോ എന്ന് എനിക്കറിയില്ല. വായിലേക്ക് കൂടി ശക്തമായിട്ട് ഞാൻ ഊതി. വായിലേക്ക് കൂടി ഊതിയപ്പോൾ അപ്പോൾ അച്ഛൻ്റെ വായിലൊക്കെ പുളി ഉണ്ട്, വെള്ളം വായിലുണ്ട് തോന്നുന്നു. അപ്പോൾ അച്ഛൻ്റെ വയറ് പൊന്തി വന്നു, എയർ പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ചെയ്തു. പക്ഷെ അതൊന്നല്ല, കൃത്രിമ ശ്വാസം അങ്ങനെ നല്ലല്ലോ കൊടുക്കുക. വെപ്രാളമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അപ്പോഴത്തേക്കും പിന്നെ അച്ഛൻ എത്ര വിളിച്ചാൽ അച്ഛൻ മിണ്ടുന്നു ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ അച്ഛൻ്റെ പൂർണ്ണമായിട്ടും ഇതായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്കും മാമൻ ഓടിയെത്തി. ഞാനും മാമനും കൂടി അച്ഛനെ പിടിച്ച് കാറിൽ കയറ്റി, കാറിൻ്റെ പുറകിലെത്തി. അപ്പം അമ്മ കാറിൽ കയറി അമ്മേൻ്റെ മടിയിലേക്ക് അച്ഛനെ തല വെച്ചു. അപ്പം അച്ഛൻ ഒട്ടും ബോധമില്ല. അച്ഛന് ബോധം പൂർണ്ണമായിട്ടും പോയി. ബോധം പോയതാണോ എന്താണോ നമുക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ പരമാവധി സ്പീഡിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, 6 കിലോമീറ്റർ അടുത്തുള്ള ഹോസ്പിറ്റൽ, അവിടെ എത്തി. അച്ഛനെ അവിടെ കിടത്തി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പൾസ് തീരെയില്ല എന്ന് പറഞ്ഞു. ECG എടുത്തു. അപ്പോൾ ആ സമയം അമ്മ അന്നേരം കുറച്ച് ദൂരേക്ക് നിൽക്കുക ചെയ്തത്. അമ്മ കാരണം അവർ ഈ കർട്ടൻ മൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് വല്ലാണ്ട് കരച്ചിൽ പൊട്ടി വരുന്നുണ്ട്. അത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എന്തോ ഒന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പോൾ അച്ഛൻ എങ്ങാണ്ട് കിടക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരു ഡോക്ടർ നോക്കി, ഡോക്ടർ പോയ ആൾ ഇവിടെ തൊട്ടു, ഡോക്ടർ ഇവിടെ അമർത്തി പിടിച്ച് ഡോക്ടർ പറഞ്ഞു പൾസ് തീരെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ECG എടുത്ത് അമ്മ എന്നാന്ന് ചോദിച്ചു. സത്യത്തിൽ അമ്മ എന്നേരം അത് അമ്മക്ക് ആ സംഗതി നമുക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപ്പം അമ്മ എന്നാ എന്നോട് ചോദിച്ചു. അമ്മനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മയോടൊന്നും പറഞ്ഞില്ല. ഇതിനകത്തെ മറ്റൊരു വലിയൊരു സംഭവം ഉണ്ടായത്, അച്ഛൻ മരണപ്പെട്ട് ഒരു 4-മത്തെ ദിവസം 5-മത്തെ ദിവസം ഞങ്ങളെല്ലാവരും അന്ന് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിലും അല്ലെങ്കിൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ 5-മത്തെ ദിവസമാണ് സുഭജൻ്റെ ഫോൺ നോക്കുമ്പം ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് സംഭവം ഉണ്ടായത്. എൻ്റെ മോൻ അത് കംപ്ലീറ്റ് ഫോട്ടോസും വീഡിയോ ആയിട്ടത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരണപ്പെട്ട ആ സെക്കൻഡ് അവൻ്റെ ഫോണിലുണ്ട്. പിന്നെ കൊണ്ടുപോകുന്ന വീഡിയോ ഞാനത് കാണിച്ചു തരാം. കാരണം അച്ഛനെടുക്കൊന്നും കാണുന്നില്ല, എന്നാലും അവനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അച്ഛൻ മരണപ്പെട്ട് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമല്ല, അന്ന് നമ്മൾ അച്ഛനെ ഹോസ്പിറ്റലിലുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് മാമൻ മറ്റൊരു മാമനെ, വേറൊരു മാമനെ വിളിച്ചു. പിന്നെ മയ്യിലുള്ള കുറേ പാർട്ടി സഖാക്കളൊക്കെ അവിടെ എത്തി. അവരൊക്കെ എല്ലാവരും കൂടിയായിരുന്നു അവിടെ അന്നേരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ അമ്മേനെയും കൂട്ടി, മാമനോട് പറഞ്ഞു നീ അമ്മേനെയും കൂട്ടി പോയിക്കോ പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്ന്. അന്ന് നാട്ടുകാരൊക്കെ വന്നു, എല്ലാവരും ആൾക്കാർ അറിഞ്ഞവരൊക്കെ ഇവിടെ വന്ന്. അന്ന് രാത്രി ഉറങ്ങിയില്ല ശരിക്കും. ഒരു 2 മണി 3 മണി സമയത്ത് ഒരു കാക്ക വല്ലാണ്ട് ഇവിടുന്ന് കരഞ്ഞു. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഒരുപക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതുവരെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായില്ല. ഞാൻ എത്രയോ വൈകിട്ട് ഇത്രയോ കാലങ്ങൾ അങ്ങനെ ഉറങ്ങുന്നത്. പക്ഷെ അന്ന് ഒരു 2 മണി 3 മണി സമയത്ത് ഒരു കാക്ക വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് വല്ലാണ്ട് കരച്ചിൽ. കരച്ചിൽ കേട്ട് ഞാനിങ്ങനെ ഇവിടെ പുറത്തുനിന്ന് കുറേ സമയം നോക്കി. അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല. എല്ലാ ദിവസവും രാത്രി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കുറേ നേരം പുറത്തിരിക്കും. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നാലും അച്ഛൻ്റെ സാമീപ്യം എങ്ങനെയെങ്കിലും അറിയണമെന്നോ അല്ലെങ്കിൽ ഒരു തവണ കൂടി അച്ഛൻ്റെ അടുത്ത് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഇപ്പോഴും ബാക്കിയുണ്ട്. അച്ഛൻ മരണപ്പെട്ട് അച്ഛനെ അടക്കം ചെയ്യുന്ന അന്ന് അച്ഛനെ കുളിപ്പിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ. അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാനും അച്ഛൻ്റെ അടുത്ത് നിന്നു. ഞാൻ അച്ഛൻ്റെ താടിയും മുടിയൊക്കെ ഏകദേശം വളരുമ്പോൾ ട്രിമ്മർ വെച്ചിട്ടും ഒക്കെ മുറിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അച്ഛൻ മരണപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് അച്ഛൻ അടുപ്പിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. അതുപോലെ തന്നെ താടിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഇവർ കുളിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ്റെ താടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ എന്നെ അവരവിടെ നിർത്തിച്ചില്ല, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരിയായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാണ്ട് സങ്കടമാകുന്നുണ്ട്. ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് വന്ന് ചോദിച്ചാൽ നിനക്ക് അച്ഛൻ്റെ താടി വൃത്തിയാക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാന്നാക്കി. അവൻ നീ ചെയ്യണമെന്നുണ്ട് ചെയ്തു പറഞ്ഞു. വീണ്ടും ഇല്ലാന്നാക്കി. അവൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവർ അച്ഛൻ്റെ താടിയൊക്കെ അവർ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മീശ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വലിയ സംഭവമുണ്ട്. ഞാൻ എപ്പോഴും അച്ഛൻ്റെ താടി ഒക്കെ ട്രിം ചെയ്യുമ്പോൾ മീശ ട്രിം ചെയ്യുന്ന അച്ഛന് ഭയങ്കര ദേഷ്യമായിരിക്കും. അതെന്താ വെച്ചാൽ ഒരു 2 കൊല്ലം മുമ്പോ 3 കൊല്ലം മുമ്പോ കാരണം മീശ ട്രിം ചെയ്യുമ്പോൾ ഈ ട്രിമ്മർ എവിടെയോ മൂക്കിനെവിടെയോ മുട്ടിപ്പോയി. അന്ന് എന്നെ നോക്കി പേടിപ്പിച്ച അച്ഛൻ. പിന്നെ എപ്പോഴും അച്ഛൻ്റെ മീശ ചെയ്യുമ്പോൾ അച്ഛൻ അന്നേരം എന്നെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങും. ഞാൻ മുട്ടും വിചാരിച്ചിട്ട്. അപ്പോൾ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കും ഞാൻ ചിലപ്പോൾ തമാശക്ക്. മുട്ടാറില്ല, വളരെ ശ്രദ്ധ. അപ്പം അച്ഛൻ മുഖം പുറകോട്ട് കൊണ്ടിട്ട് എന്നെ ദേഷ്യത്തോടെ നോക്കും. ഇങ്ങനെയായിരുന്നു സ്ഥിരം. മീശ ചെയ്യുമ്പോൾ അച്ഛന് ഭയങ്കര പ്രശ്നമാണ് മീശ ഒന്ന് ട്രിം ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെ അവസാനം അച്ഛൻ അങ്ങനെ കിടത്ത സമയത്ത് ഈ ട്രിം ചെയ്യുമ്പം അച്ഛൻ അനങ്ങാണ്ട് കിടക്കുക ചെയ്ത്. അച്ഛൻ ഒരു കുഴപ്പമില്ലാണ്ട് അച്ഛൻ അനങ്ങാണ്ട് കിടന്നു.